നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏലപ്പുള്ളി മദ്യ കമ്പനിക്കെതിരെ പാലക്കാട്ട് BJPയുടെ റിലേ ഉപവാസ സമരം 5ാം ദിനം പിന്നിട്ടു. 5ാം ദിനം സമരം അകത്തേത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കുടിവെള്ളം മുടങ്ങിയാലും കൃഷി ഉണങ്ങി നശിച്ചാലും മദ്യ കമ്പനിക്ക് ഒപ്പമെന്ന സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന് BJP മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കാണിപ്പയ്യൂർ കണ്ടിരുത്തി വീട്ടിൽ ഹരീഷ്. 10.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അധികൃതർ പിടിച്ചെടുത്തു. അധ്യാപകർക്ക് ദുരന്ത നിവാരണ പരിശീലനവുമായി KSTA. പാലക്കാട്ട് പരിശീലനവും വളണ്ടിയർ സംഗമവും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അധ്യാപകർക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി. പാലക്കാട് മണ്ഡലത്തിൽ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ സ്മാർട്ട് ബ്രിഗേഡിന്റെ ഭാഗമായി ഇൻഫിനിറ്റി കരിയർ കോൺക്ലേവ്. വാർത്തകൾ വിശദമായി. ഏലപ്പുള്ളി മദ്യ കമ്പനിക്കെതിരെ BJPയുടെ ഉപവാസ സമരം തുടരുന്നു. 5ാം ദിവസത്തെ സമരം BJP മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ കുടിവെള്ളം മുട്ടിച്ചാലും മദ്യ കമ്പനിയെ കൈവിടില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരെന്ന് ഹരിദാസ് കുറ്റപ്പെടുത്തി. ഇവിടെ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് എന്നൊരു വാദത്തിന് വേണ്ടി പറയുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് 2023 ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഈ കമ്പനി മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കമ്പനികൾ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ല. ആ 23 ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അതിന്റെ മാലിന്യം, അത് പുറന്തള്ളുന്ന മാലിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി എഥനോൾ അതിനുപയോഗിക്കുന്നതിന് വേണ്ടി എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അല്ലാതെ ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. BJP അകത്തേത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 5ാം ദിവസത്തെ ഉപവാസ സമരം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് K ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. മലമ്പുഴ മണ്ഡലം പ്രസിഡന്റും അകത്തേത്തറ പഞ്ചായത്ത് അംഗവുമായ G സുജിത്ത്, മറ്റ് മെമ്പർമാരായ KA സുധീർ, R ഗീത, V സന്തോഷ്, V ശശി, A സുബ്രഹ്മണ്യൻ, S സുധീഷ് കുമാർ, C അനിത, PK മുരളീമോഹൻ, M ദീപക്, ജ്യോതികുമാർ, ശരത് എടുപ്പുകുളം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. കാണിപ്പയ്യൂർ സ്വദേശി കണ്ടിരുത്തി വീട്ടിൽ 40 വയസ്സുള്ള ഹരീഷാണ് പിടിയിലായത്. സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ സുദർശനകുമാറും സംഘവും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പരിശോധനയിൽ ഇയാളിൽ നിന്ന് 10.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി. മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന നടക്കുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതി ഹരീഷിനെ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട്ട് KSTA അധ്യാപകർക്കായി ദുരന്ത നിവാരണ പരിശീലനവും വളണ്ടിയർ സംഗമവും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുവഹിക്കാൻ അധ്യാപകർക്ക് കഴിയുമെന്ന് നൌഷാദ് അലി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡ് പോലുള്ള മഹാമാരികളെയും തടയാനാകില്ലെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കാൻ അധ്യാപകർക്ക് കഴിയുമെന്ന് MK നൌഷാദ് അലി ചൂണ്ടിക്കാട്ടി. അധ്യാപക പരിശീലനങ്ങളിൽ ദുരന്ത നിവാരണ പരിശീലനത്തിനും പ്രാധാന്യം നൽകണമെന്ന് നൌഷാദ് അലി ചൂണ്ടിക്കാട്ടി. സന്നദ്ധ സംഘം സേവനം എന്നൊക്കെ പറയുമ്പോൾ എന്നെ ശ്രമിക്കുന്ന കുറച്ച് അധ്യാപകർക്ക് ചിലപ്പോൾ പൊതുവേ തോന്നില്ല. കാരണം അതിനുള്ള ചില മുഖങ്ങൾ കാണുന്ന സമയത്ത് അവരെല്ലാം മുൻപുണ്ട്, മുൻപ് പല ഘട്ടത്തിലുമുണ്ട്. ഇവിടെ മഹേഷ് മാഷ് പറഞ്ഞില്ല, കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി, മഹാപ്രളയത്തിന്റെ പ്രതിസന്ധി, അപ്പോഴെല്ലാം ഈ ഇരിക്കുന്ന 4% അധ്യാപകർ അന്നുണ്ടായിട്ടുണ്ട്, പല രൂപത്തിൽ, പല വേഷത്തിൽ. KSTA ജില്ലാ ട്രഷറർ G പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഹസാഡ് അനലിസ്റ്റ് ലേഖ ചാക്കോ പരിശീലനം നൽകി. ജില്ലാ സെക്രട്ടറി K മഹേഷ് കുമാർ, മനുചന്ദ്രൻ, AM അജിത്, NP പ്രിയേഷ്, K പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ സ്മാർട്ട് ബ്രിഗേഡിന്റെ ഭാഗമായി ഇൻഫിനിറ്റി കരിയർ കോൺക്ലേവ് സംഘടിപ്പിച്ചു. BEM ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. വിദ്യാർത്ഥികൾക്ക് അഭിരുചികളും കഴിവുകളും തിരിച്ചറിഞ്ഞ് അവരുടെ ലക്ഷ്യങ്ങൾക്ക് പിറകെ പോകാൻ കഴിയുന്ന തരത്തിലാണ് സ്മാർട്ട് ബ്രിഗേഡ് കരിയർ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. സയൻസ് വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും പര്യവേഷണവും ജ്വലിപ്പിക്കുന്നതിനും കൊമേഴ്സ് വിദ്യാർത്ഥികളെ യുവസംരംഭകരും സാമ്പത്തിക വിദഗ്ധരുമായി വളർത്തുന്നതിനുമാണ് ഇൻഫിനിറ്റി കരിയർ കോൺക്ലേവ് നടത്തിയത്. നിങ്ങൾ എന്താണ് ഈ ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. പറയട്ടെ. ജോബ് ഓപ്പർച്യൂണിറ്റീസ്. വെരി ഗുഡ്. നല്ലൊരു എഴുതി കൊടുക്കുക. പിന്നെ അതന്നെ ഈ മോള് പറഞ്ഞ സംഭവം തന്നെയാണ്. പിന്നെ ഒരു പോയിന്റ്, ഒരാൾ കൂടി ഒരു അവസരം. ഡൗട്ട് ഭയങ്കര ഡൗട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് മതി അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ഒരു പാത്ത്, ഒരു ബ്ലോക്ക് ആയി ഇരിക്കുന്നുണ്ടാവും. ഈ കോഴ്സ് എവിടെ പഠിക്കും, ഈ കോഴ്സ് എങ്ങനെ പഠിക്കും, എത്ര ഡ്യൂറേഷനാണ് ഈ കോഴ്സിന്, ഇത് എവിടെ പോയി പഠിക്കാൻ പറ്റാം. ഇപ്പൊ കൊമേഴ്സും സയൻസും സ്റ്റുഡൻസ്, ഹ്യൂമാനിറ്റി സ്റ്റുഡൻസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരമാണിത്. വെറുതെ നമ്മൾ വന്ന് ചായ പിടിച്ച് പഴംപൊരി മാത്രം കഴിച്ച് പോവാതെ BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. BEM സ്കൂൾ പ്രധാനാധ്യാപിക രജിതകുമാരി, സ്മാർട്ട് ബ്രിഗേഡ് കോർഡിനേറ്റർ ഐറിൻ, എലാൻസ് അക്കാഡമിക് കൗൺസിലർ മുഹമ്മദ് റഷൽ, സഫയർ ഫ്യൂച്ചർ അക്കാഡമി കരിയർ വിദഗ്ധൻ ഷബീർ എന്നിവർ വിദ്യാർത്ഥികളോട് വിവിധ സെഷനുകളിലായി സംവദിച്ചു. സോഷ്യൽ എഞ്ചിനീയറിംഗ് ടീമായ വിക്യാൻ സോഷ്യൽ ഇന്നൊവേറ്റേഴ്സിന്റെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശക്തമായ കാറ്റിൽ കൂറ്റൻ മരം വീണ് മണ്ണൂർ കമ്പനിപ്പടി കറുവൻപാറ സ്വദേശി രാജേഷിന്റെ വീട് പൂർണ്ണമായും തകർന്നു. വീടിനകത്തു താമസിച്ചിരുന്ന 4 പേരിൽ ഒരാൾക്ക് കാലിനും തലയ്ക്കും പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. രാജേഷിനാണ് പരിക്കേറ്റത്. വൈദ്യുതി ലൈനിന് മുകളിലൂടെ വീണ ഉണക്കമരം താഴ്ഭാഗത്തെ വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് 4 അംഗ കുടുംബം രക്ഷപ്പെട്ടത്. സംഭവം അറിയിച്ചതോടെ പത്തിരിപ്പാല KSB ജീവനക്കാർ അതിവേഗം സ്ഥലത്തെത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വാർഡംഗം ഷെഫീന നജീബ് എന്നിവരും സ്ഥലത്തെത്തി. ഇറിഗേഷനിൽ അവർ പലതവണ പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഇറിഗേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ലേലം ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ തുടർ നടപടി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇറിഗേഷൻ്റെ അനാസ്ഥ എന്ന് തന്നെയാണ് ഇതിനെ പറയാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ ചെറിയ പരിക്കുകളാണ് അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വലിയൊരു ദുരന്തമാണ് ഇവിടെ കാണുമ്പോൾ തന്നെ ഒഴിവായിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ അവ കൃത്യമായിക്കൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇനിയും കനാലിൻ്റെ സൈഡിലായിട്ട് കുറേ മരങ്ങളുണ്ട്, അപകടകരമായ മരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നിരവധി തവണ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്താണെങ്കിലും നമ്മൾ ലെറ്ററൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ എന്തായാലും കൃത്യസമയത്ത് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നഷ്ടമൊക്കെ സംഭവിക്കില്ലായിരുന്നു. എന്തായാലും അവരുടെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ ഉണങ്ങിയ മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിന് മാസങ്ങൾക്ക് മുൻപ് പരാതി നൽകിയിരുന്നതായും വീട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷെൽ ഇന്ത്യയും സ്മൈൽ ഫൗണ്ടേഷനും സംയുക്തമായി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ തൃശൂരിൽ NX കോർണർ കാർണിവൽ സംഘടിപ്പിച്ചു. തൃശൂർ മെർലിൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ 100ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗ്രാമീണ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ മികവ് പ്രദർശിപ്പിക്കുന്നതിനായി വേദി നൽകുക എന്ന ലക്ഷ്യമാണ് കാർണിവലിനുള്ളത്. ജില്ലയിലെ 19 സ്കൂളുകളിൽ നിന്നായി 116 വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിൽ നിന്നായി 40ഓളം പദ്ധതികളും നൂതന ആശയങ്ങളും വിദ്യാർത്ഥികൾ കാർണിവലിൽ പ്രദർശിപ്പിച്ചു. സുസ്ഥിരമായ കൃഷിപ്രവർത്തനം, മലിനീകരണ നിയന്ത്രണം, പ്രകൃതി സംരക്ഷണം എന്നിവയോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും കാർണിവലിൽ അവതരിപ്പിച്ചു. ജില്ലയിലെ 90 സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നതോടൊപ്പം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലെ 130 സർക്കാർ സ്കൂളുകളിലും തെലങ്കാനയിലെ വാരങ്കൽ, ഖമ്മം, ഹനുമക്കൊണ്ട, ജയശങ്കർ ഭൂപാൽപള്ളി, ജങ്കാവ്, മുലുഗു, മഹാബൂബാബാദ്, ഭദ്രാദി, കോത്തുഗുഡേം ജില്ലകളിലെ 160 സ്കൂളുകളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൂനത്ര നവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാല അറ്റ്ലസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കവളപ്പാറ ആര്യങ്കാവ് ഓഡിറ്റോറിയത്തിലായിരുന്നു ക്യാമ്പ്.
നേത്രപരിശോധനാ ക്യാമ്പ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. നവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സൂരജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനൂപ് സ്വാഗതവും സുജിൻ നന്ദിയും പറഞ്ഞു. കൃഷ്ണദാസ്, അനിൽകുമാർ, രാധാകൃഷ്ണൻ, ശരത്ത്, സഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. അറ്റ്ലസ് കണ്ണാശുപത്രിയിലെ വിദഗ്ധർ നേത്രപരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മായന്നൂർ ലക്ഷ്മി നാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം കായികതാരം ഡോക്ടർ MD താര നിർവഹിച്ചു. അത്ലറ്റിക് മത്സരങ്ങൾ ഒറ്റപ്പാലം NSS കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി കെ മായ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ലക്ഷ്മി നാരായണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ പ്രൊഫസർ കെ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മുൻ പ്രിൻസിപ്പാൾ PK ദിലീപ് കുമാർ, മാനേജർ KR സന്ദീപ് നാരായണൻ, വൈസ് പ്രിൻസിപ്പാൾ ഗീത അച്യുതൻ, കോളേജ് യൂണിയൻ ചെയർമാൻ M മുനൈഫ് എന്നിവർ സംസാരിച്ചു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അധ്യാപകൻ K അഭിത്ത് നന്ദി പറഞ്ഞു. തുടർന്ന് കായിക മത്സരങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ചേറുംപാല ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി നടന്നു. തന്ത്രി കുട്ടൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് തന്ത്രി കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കലശപൂജ നടന്നു. തുടർന്ന് നടന്ന പൊങ്കാലവയ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തന്ത്രി ആദ്യടുപ്പിന് തിരി തെളിയിച്ചു നൽകി. നാഗരാജാവിന് പൊങ്കാല സമർപ്പണവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് ദീപാരാധനയും ചുറ്റുവിളക്കും നടന്നു. രാത്രി വിവിധ കലാപരിപാടികളും അരങ്ങേറി. പൊങ്കാല സമർപ്പണവും നമ്മുടെ പ്രതിഷ്ഠാദിനവും ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് ഗംഭീരമായി നടത്താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും ഒരുപാട് ഇതിനോടനുബന്ധിച്ച് നടത്തുന്നതാണ്. അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ പ്രസാദവും നടത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഏലപ്പുള്ളി മദ്യ കമ്പനിക്കെതിരെ പാലക്കാട്ട് BJPയുടെ റിലേ ഉപവാസ സമരം 5ാം ദിനം പിന്നിട്ടു. 5ാം ദിനം സമരം അകത്തേത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കുടിവെള്ളം മുടങ്ങിയാലും കൃഷി ഉണങ്ങി നശിച്ചാലും മദ്യ കമ്പനിക്ക് ഒപ്പമെന്ന സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന് BJP മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കാണിപ്പയ്യൂർ കണ്ടിരുത്തി വീട്ടിൽ ഹരീഷ്. 10 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അധികൃതർ പിടിച്ചെടുത്തു. അധ്യാപകർക്ക് ദുരന്ത നിവാരണ പരിശീലനവുമായി KSTA. പാലക്കാട്ട് പരിശീലനവും വളണ്ടിയർ സംഗമവും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അധ്യാപകർക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി. പാലക്കാട് മണ്ഡലത്തിൽ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ സ്മാർട്ട് ബ്രിഗേഡിന്റെ ഭാഗമായി ഇൻഫിനിറ്റി കരിയർ കോൺക്ലേവ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.